ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുക ഒരു മാവാണിത്. ഒരുപാട് വർഷം പഴക്കമില്ല, എന്നാലും ഈ കല്യാണം കഴിഞ്ഞ മുതലേ ഇവിടെയുള്ള മാങ്ങയാണ്. ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ മുകളിൽ എപ്പോഴും മാങ്ങ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സമയത്ത് പൂവ് ഇടുന്ന സമയം കഴിഞ്ഞാൽ മറ്റുള്ള മാവുകളൊക്കെ പിന്നെ കായ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മാങ്ങ വലുതായി കഴിഞ്ഞ് നമുക്കത് പറിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് പൂക്കുള്ളൂ. പക്ഷേ ഈ ഒരു മാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മാങ്ങ പറിക്കുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ പൂവിട്ടുണ്ടാവും, പൂവിടുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു ഭാഗം കണ്ണിമാങ്ങ ഉണ്ടാവും. നിങ്ങൾക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മളിതിൽ അച്ചാറിടാനും ഉപ്പിലിടാനും പിന്നെ കുട്ടികൾ ഉപ്പും മുളകും കൂട്ടിയിട്ട് തിന്നാനും ഒക്കെ വേണ്ടി പറിക്കലുണ്ട്. എപ്പോഴും പറിച്ചാലും ഇതിൻ്റെ മുകളിൽ എപ്പോഴും മാങ്ങ ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അധികം പുളിയും ഉണ്ടാവില്ല, എന്നാൽ പഴുത്ത കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവില്ല. ഒരു ചെനത്തതൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. കൂടുതലായിട്ട് പുളിയില്ലാത്ത കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയുണ്ട് ഇതിന്, തിന്നാനും നല്ല രസമുണ്ടാവും. കൂടുതൽ ഞങ്ങൾ അച്ചാറിടലുണ്ട്, കടുമാങ്ങ വെക്കും. റമദാനിലൊക്കെ ഫുള്ള് ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാവല്. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു മാവുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ഉപയോഗപ്പെടും. ഇതിൻ്റെ കണ്ണിമാങ്ങ വീഴുന്ന സമയത്ത് അത് പെറുക്കിയെടുത്തിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കും. നല്ലോണം കഴുകി ഉപ്പും കുറച്ച് മാങ്ങ അങ്ങനെ ആക്കി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വർഷം വരെ നമുക്ക് കടുമാങ്ങായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അച്ചാറിട്ടാലും മതി. ഇവിടെ അച്ചാറിടാൻ അധികം കിട്ടൂല, അപ്പോഴേക്കും മക്കളെടുത്ത് എടുത്ത് തിന്നൽ കഴിയും. പക്ഷെ എന്നാലും കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും ആ മാങ്ങ ഇല്ലാത്തൊരു സമയം ഉണ്ടെങ്കിൽ, നല്ല മഴയുള്ള സമയത്ത് പൂവ് തെളിഞ്ഞ് വന്ന ടൈമൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്നോ രണ്ടോ മാങ്ങെങ്കിലും കിട്ടും. ഇതിന് നമ്മൾ ബെഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ, തൈകൾ. മാങ്ങ വേറെ തൈൻ്റെ മുകളിലേക്ക് ഇതിന് ബെഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതിൻ്റെ മുകളിൽ തന്നെ കാണാം കണ്ണിമാങ്ങ. കുട്ടികളും എല്ലാവരും ഓരോന്ന് പറിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ജസ്റ്റ് ഈ മാങ്ങനെ പറ്റിയൊന്ന് പറഞ്ഞതാണ്. നമുക്ക് ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒന്നോ രണ്ടോ മാവിൻ്റെ തൈയൊക്കെ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും നമുക്കത് ഉപകരിക്കുകയും ചെയ്യും. നല്ല മുകളിലുള്ളതൊക്കെ അണ്ണാനും കിളിയൊക്കെ അതും തിന്നും. കണ്ണിമാങ്ങ ഉണ്ട് കുറേ തെളിഞ്ഞെടുക്കുന്നത്, അതൊക്കെ പെറുക്കിയിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കുക ചെയ്യുക.